കഴിഞ്ഞ 2 റൗണ്ട്സിന്റെ ജഡ്ജസ് മാർക്സിന്റെയും ഇന്റേണൽ മാർക്സിന്റെയും അടിസ്ഥാനത്തിലാണ് എലിമിനേഷൻ. നമ്മൾ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് we have a small twist. ആ ട്വിസ്റ്റിന് വേണ്ടി നമുക്ക് മെഡിക്കി ഹൗസിലോട്ട് പോവാം. ഹലോ ഗേൾസ്, ഞാൻ അവിടെ നിന്ന് വരുമ്പോ നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഭയങ്കര ശോകം ഹലോ ഒക്കെ, ചുമ്മാ നമ്പർ. ടെൻഷൻ ഉണ്ടോ? ഓക്കെ ഗേൾസ്, 2 റൗണ്ട്സ് കഴിഞ്ഞു അല്ലേ? എല്ലാവരുടെയും 2 പേഴ്സണാലിറ്റി റൗണ്ട്സ്, 2 ഫാഷൻ റൗണ്ട്സ് കഴിഞ്ഞിപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഫസ്റ്റ് എലിമിനേഷൻ മിടുക്കി എന്ന കോൺടെസ്റ്റിൽ. ഓക്കെ, ടെൻഷൻ ഇല്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് 2-3 പേരിൽ നിന്ന് ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞു, ഇത്രയധികം ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തു, കുറെ മിടുക്കികളെ നിങ്ങൾ പരിചയപ്പെട്ടു. പുറത്തുനിന്ന് മിടുക്കി ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. ഇത്രയും വലിയൊരു ടീം, ഇറ്റ്സ് എ ബിഗ് ഷോ, യുനോ. സോ എനിബഡി? യെസ് കുക്കു. ഈ ഷോയിൽ വന്നതിന് ശേഷം ഒത്തിരി ഒരു ഭയങ്കര റിജിഡ് ആയിട്ടൊരു പേഴ്സൺ ആയിരുന്നു ഞാൻ. എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ചിന്തകൾ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയും ചിന്തിക്കാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഷോ കാരണം തന്നെയാണ്. പിന്നെ നമ്മുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അതൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഫാഷനെ കുറിച്ചൊരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യാമെന്നൊക്കെ മനസ്സിലായി. അതിവിടെ എല്ലാവർക്കും, പേഴ്സണാലിറ്റി മാത്രമല്ല ഫാഷന്റെ കാര്യത്തിലും ഒത്തിരി ചേഞ്ചസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് ഷോക്കേസ് ചെയ്ത ഒരാളുമാണ് കുക്കു. ഭയങ്കരമായ ചേഞ്ച് ഞാൻ കുക്കുവിൽ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. താങ്ക് യു കുക്കു. വേറെ ആരെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇത്രയും കുറെ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു കാര്യം ഇവിടെ വന്നതിന് ശേഷം കുറെ ചിന്തിക്കാൻ പറ്റി. എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പൊ കൂടുതൽ കുറച്ചെങ്കിലും ചിന്തിച്ചു തുടങ്ങി. ഇപ്പം പീയൂഷ് മാമിന്റെ ക്ലാസ്, എല്ലാവരുടെയും ക്ലാസ്സസ് വെച്ചിട്ട്. പിന്നെ എന്ന് പറയുമ്പം ഫാഷൻ ആണെങ്കിലും നമ്മൾ സാധാരണ ഡ്രസ്സ് ചെയ്ത് പോകുന്നതിലും ഇപ്പൊ കൂടുതലായിട്ട് ആ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ വായന എന്ന് പറയുന്ന കാര്യം എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അധികം ഇല്ലാത്ത ഒരാളാണ്. ഭയങ്കര മടിയാണ് വായിക്കാൻ. പക്ഷെ പീയൂഷ് മാം ഇപ്പോൾ കുറേ ബുക്സ് വന്നു, ഒക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇൻട്രസ്റ്റഡ് ആണ്, കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങി. കുറേ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞൊരു ഫീഡ്ബാക്ക് നമ്മുടെ ഷോനെ കുറിച്ച്, ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ ജഡ്ജസിന്റെ ഫീഡ്ബാക്ക് കേട്ടിട്ട് ഇത്ര കാലം നിങ്ങളെ മോൾഡ് ചെയ്യുന്നതും നിങ്ങളുടെ ക്ലാസ്സസ് എടുത്തതിനെ കുറിച്ചും നിങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും? എൻ്റെ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഏകദേശം മനസ്സിലായി നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ പിന്നെ ഒരു 4-5 കഴിഞ്ഞ പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്നത് ഈ മിടുക്കിയുടെ സ്റ്റേജാണ്. അപ്പോൾ ആ ഫസ്റ്റ് വന്നപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ചാച്ചനെല്ലാം ഇങ്ങനെ പറഞ്ഞു തരും, അതെല്ലാം ഉൾക്കൊള്ളും. പിന്നെ പീയൂഷ് മാമും ശൈലേഷി മാമും അന്ന് പറഞ്ഞതും എല്ലാം ഒത്തിരി. പിന്നെ ഗ്രൂമിങ്ങിന്റെ സമയത്ത് ആദ്യത്തേതിൽ തന്നെ എനിക്ക് കുറെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റേജിലേക്ക് വന്നില്ല. പക്ഷെ അതിൽ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് കൊണ്ടുവരാൻ പറ്റി സെക്കൻഡ് റൗണ്ടിൽ. എനിക്ക് ഒത്തിരി ഹാപ്പിയാണ്. അച്ഛനും അമ്മയും എപ്പോഴും പറയും, എന്തായാലും എനിക്കൊരു ചെറിയ സമാധാനം, നീ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ എന്ന് പറഞ്ഞു സെക്കൻഡ് റൗണ്ടിൽ. അതന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറയാറുള്ള സ്ഥിരം ഒരു പോയിന്റ് ഉണ്ട്, മാർക്സിന് മാത്രമല്ല നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. ബിക്കോസ് ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ഞാൻ ഈ ഒരു മിസ് കേരള അല്ലെങ്കിൽ ഒരു അക്കാദമി സ്റ്റേജിലൊക്കെ പോയപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഞാൻ ഇപ്പോൾ വാട്ട് എവർ ഹ്യൂമൻ ബീയിങ് ഐ ആം, എത്ര ഗുഡ് ഓർ ബാഡ് ആയിക്കോട്ടെ, അതിൽ ഗുഡ് എന്ന ഭാഗ്യത്തിൽ ഞാൻ ആ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് അതിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, നിങ്ങൾ ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ നിങ്ങൾ അത് പോസിറ്റീവ്ലി അത് ടച്ച് ചെയ്തിരിക്കും.
എന്നെനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. ഓക്കെ, റൂൾസ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് എലിമിനേഷൻ പ്രോസസ്സിൽ മാർക്സ് എന്ന് പറയുന്നത് ജഡ്ജസ് പേഴ്സണാലിറ്റി റൗണ്ടിലും ഫാഷൻ റൗണ്ടിലും ഇടുന്ന ജഡ്ജസിൻ്റെ മാർക്സും അതല്ലാതെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിലുള്ള മാർക്സും ഉണ്ട്. അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ, ഇവിടെയുള്ള നിങ്ങളുടെ മിടുക്കി ഹൗസിലുള്ള ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള ബിഹേവിയർ ആയിരിക്കാം, നിങ്ങളിവിടെയുള്ള ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂവിനോടുള്ള ബിഹേവിയർ ആയിരിക്കാം, ഈവൻ മേക്കപ്പ്, ഹെയർ, എവറി മൂവ്മെൻറ്റ് ഇസ് വാച്ച്ഡ്. ഓക്കെ, ഒരു മിടുക്കി എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ ജഡ്ജ്ഡ് ആണ് ഇവിടെ. അപ്പോൾ എല്ലാതും ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ആ മാർക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ സേഫാണ്, ആരൊക്കെ ഡേഞ്ചർ സോണിലാണെന്ന്. ഞാനിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേര് വായിച്ച് ആരൊക്കെ സേഫ് സോണിലാണെന്നും ആരൊക്കെ ഡേഞ്ചർ സോണിലാണെന്നും പറയാൻ പോകുന്നത്. ഡേഞ്ചർ സോണിലാണെന്ന് പറയുന്ന ആളുകൾ ഷുഡ് ജോയിൻ മീ ഹിയർ, ഡൈനിങ് ടേബിൾ ഇവിടെ. ഓക്കെ, I'll start. Good luck to all of you. Alina, Catherine. You are safe. Aishwarya, you're in the danger zone. Anjali, you're safe. Arya B. Raj, you're safe. Adan's oru nettala. Okay. Bonnie Matthew. You're safe, Bonnie. Coco Susan. Okay, safe. Delma Abraham. You're safe, sweetheart. Mithila Venugopal. സോപ്പടിക്കാനായിട്ട് വലിയ പട്ടുപാവടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ, സേഫ്. ഓക്കെ, നിൽജ കെ ബേബി, you're in the danger zone. നിമിഷ റാണി, പൊട്ടിത്തെറിയോ നിമിഷപ്പം? ചലിയോ, സേഫ്. Nivya, I'm sorry, you're in the danger zone. Pooja James, you're safe. Reba Monica, റീബയ്ക്ക് ഭാവ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഓക്കെ, you're safe. Renu and Reggie, you're in the danger zone. Ramya R. Menon, you're safe, Ramya. Sandra Simon, danger zone. Shamla, sorry. Hey, come on now, give me a chance. Okay, you're safe. Sharon Wilson, you're in the danger zone.
safe. And Sneha Unnikrishnan. Sneha, Guruvayurappan എത്ര കാശ് കൊടുത്തു? You're safe. So that's all we have. 6 പേരാണ് ഡേഞ്ചർ സോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം അതെന്തുകൊണ്ടാണെന്ന് അല്ലേ? A huge round of applause to yourself. കുറച്ച് ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറയുമ്പോൾ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു എലിമിനേഷൻ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡൗൺ ആയിട്ടുള്ള ഒരു ടൈമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ we all say life is beautiful because നമുക്കിടയ്ക്ക് സെക്കൻഡ് ചാൻസസ് കിട്ടും ലൈഫിൽ, റൈറ്റ്? ഇന്ന് സേഫ് സോണിലുള്ള മിടുക്കികൾക്ക് ഒരവസരം തരികയാണ്. ഈ 6 പേരിൽ ഒരാൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ. ഇത് ഒരു വോട്ടിംഗ് പ്രോസസ് ആണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ഡിസൈഡ് ചെയ്യാം ഈ 6 പേരിൽ ഒരാളെ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മിടുക്കി ഹൗസിലോട്ട് സ്വാഗതം ചെയ്യാൻ കഴിയും. ദ പവർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഞാനിപ്പോൾ വോട്ടിംഗ് ബാലറ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. നിങ്ങൾക്ക് ഇതിലാരെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ആ പേപ്പറിൽ എഴുതി എനിക്ക് തരിക. ഇവിടെ ഒന്നും തന്നെ പ്രീ ഡിസൈഡഡ് അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോഴും ഞങ്ങൾക്കും ജഡ്ജസിനും ഇവിടുത്തെ ടീമിനും ആർക്കും അറിയില്ല ആരാണ് എലിമിനേറ്റഡ് ആയി പോകാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ നിങ്ങളുടെ ചാൻസ് ഇപ്പൊ തുടങ്ങും. നിമിഷ, അഞ്ജലി, രമ്യ, നിങ്ങൾ 14 പേരും വോട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ 6 പേരും ഇവരോട് പെരുമാറിയിട്ടുള്ളതും ഇത്ര കാലം ഇടപഴകിയിട്ടുള്ളതും നിങ്ങളുടെ വ്യക്തിത്വവും ഇവരെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ആ ബാലറ്റ് പേപ്പറിൽ എഴുതി അവരതിൻ്റെ ഉള്ളിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം ഗോണ കൗണ്ട് യുവർ വോട്ട്സ്.
ഗേൾസ് കൗണ്ടിങ് കഴിഞ്ഞു ആൻഡ് വി ഹാവ് എ ക്ലിയർ വിന്നർ. നമുക്ക് വ്യക്തമായ മെജോറിറ്റിയോടുകൂടി തന്നെ ഒരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പക്ഷെ നമ്മളതിവിടെ പറയുന്നില്ല. ഡേഞ്ചർ സോണിലുള്ള 6 പേരെയും ഞാൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോവാണ്. യെസ് ഗേൾസ്. ഓക്കെ ഗേൾസ് വരൂ. മിടുക്കികൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം എത്രയോ ദിവസം അവരുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ചപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഫ്രണ്ട്സ് വോട്ട് ചെയ്ത് ബെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന്? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾക്കറിയാലോ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടില്ലെന്ന് ഇത്രയും കാലം. ഓക്കെ, ഐ എം ഷുവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഐ വിൽ അനൗൺസ് ദ വിന്നേഴ്സ്. ജഡ്ജസ് നിങ്ങൾ കണ്ടിരുന്നോ ഫുൾ പ്രോസസ്? ഓക്കെ, സോ നമുക്ക് ഒരാൾ ഈ 6 പേരിൽ നിന്ന് ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക്, മിടുക്കി ഹൗസിലേക്ക് ഇപ്പോൾ ഞാൻ ഈ റിസൾട്ട് അനൗൺസ് ചെയ്താൽ പോകും. ആൻഡ് 14 വോട്ടിൽ 6 വോട്ട് നേടി ക്ലിയർ വിന്നറായത്, ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരാളുടെ മുഖത്ത് മാത്രം തെളിഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കത് അറിയായിരുന്നു എന്ന്. റീനു, യു ആർ ദ വൺ. സിക്സ് votes out of 14. ക്ലിയർ ആയിട്ട് ഒരു മാർക്ക്, ഒരു ഇൻഡിവിജ്വൽ മാർക്ക് റീനു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. 6 പേര് റീനുവിന് വേണ്ടി വോട്ട് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഓക്കെ, സോ കീപ് ഇറ്റ് അപ്പ്. ആൻഡ് റീനുവിന് എന്തെങ്കിലും പറയാനുണ്ടോ ഫ്രണ്ട്സിനോട്? സത്യമായിട്ടും എനിക്കിപ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഐ എം സോ ഹാപ്പി ആൻഡ് എനിക്കറിയില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു everyone and I just want to wish them all the best. Great. Thank you, Reenu. Thank you so much. എന്തുകൊണ്ടായിരിക്കാം 14 മിടുക്കികളും ഏറ്റവും കൂടുതൽ വോട്ട്